ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ഉണ്ടാകാം. ഇന്ത്യയിൽ എന്ത് സ്ഫോടനം നടന്നാലും അതിന്റെ ഉത്തരവാദി പാകിസ്ഥാനാണെന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അങ്ങനെ സംഭവിക്കുമ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വന്നത് റഷ്യ നൽകിയ S-400 ആയിരുന്നു. അതായത് ഇന്ത്യക്ക് ഒരു 5ാം തലമുറ യുദ്ധവിമാനം ഇല്ല എന്ന പോരായ്മ ഇന്ത്യയെ അലട്ടുന്നത് വലിയൊരു പ്രശ്നമായി ഇപ്പോൾ മാറുന്നുണ്ട്. പാകിസ്ഥാൻ പോലും 5ാം തലമുറ യുദ്ധവിമാനമായ J-20 ചൈനയിൽ നിന്നും വാങ്ങാൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പക്കലുള്ളത് 4.5 തലമുറയിൽപ്പെട്ട ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് 5ാം തലമുറയായ യുദ്ധവിമാനം വാങ്ങാനായിട്ട് ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. ഒരു 5ാം തലമുറ വിമാനം വേണമെന്ന് തലപുകയ്ക്കുന്ന ഇന്ത്യ ആദ്യം കരുതിയത് സ്വന്തമായ ഒരു 5ാം തലമുറ വികസിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ആദ്യം നടത്തിയത്. ഇതിനുള്ള പ്രക്രിയ അതിവേഗം ഒരു വശത്ത് മുന്നേറുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഇന്ത്യ എന്തു ചെയ്യും? അതിനാൽ തിരക്കിട്ട് ആധുനികമായ ഒരു 5ാം തലമുറ വിമാനം ഇന്ത്യ വാങ്ങാൻ കുറച്ചു നാളായി ശ്രമിക്കുകയാണ്. കാരണം പാകിസ്ഥാന്റെ കൈവശം ചൈന നൽകുന്ന J-20 എന്ന 5ാം തലമുറ വിമാനമുണ്ട്. തുർക്കിയിൽ നിന്നും പാകിസ്ഥാൻ തായ് ഖാൻ എന്ന 5ാം തലമുറ വിമാനവും പാകിസ്ഥാനിൽ ലഭിക്കും. ഇന്ത്യ ഇതോടെ ഒരു 5ാം തലമുറ വിമാനം സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയുടെ ലോക്ക് ഹീൽഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിച്ചിരുന്നു. F-35ന്റെ ഡേറ്റ പങ്കുവയ്ക്കൽ സോഫ്റ്റ്വെയറുകൾ കടന്നാക്രമണം നടത്തുന്ന സ്വഭാവമുള്ളവയാണ്. ഇന്ത്യയുടെ മിസൈലുകൾ ഇതിൽ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഈ F-35 വിമാനമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു മാസത്തോളമായി അങ്ങനെ മെയിലും മഴയുമൊക്കെ ഏറ്റ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് F-35 വാങ്ങാനുള്ള താല്പര്യം വിശ്വസിച്ച് അമേരിക്കയുടെ ആ വിമാനം വാങ്ങാൻ ഇന്ത്യക്ക് അത്ര താല്പര്യമില്ല. F-35 ഭാവിയിൽ പുതിയ ആവശ്യങ്ങൾ ചേർത്ത് പരിഷ്കരിക്കണമെന്ന് ഇന്ത്യക്ക് തോന്നിയാൽ തന്നെ അതിന് അനുവാദവുമില്ല. ഇത്തരം പരിമിതികളാണ് F-35 ഇന്ത്യ വേണ്ട എന്ന് വയ്ക്കുന്നത്. അതിനിടെയാണ് റഷ്യ അവരുടെ Su-57 എന്ന 5ാം തലമുറ യുദ്ധവിമാനം വലിയ ഓഫറുകളോടെ ഇന്ത്യക്ക് വെച്ച് നീട്ടുന്നത്. അതിൽ എന്ത് പരിഷ്കാരം വേണമെങ്കിലും ഇന്ത്യക്ക് വരുത്താനുള്ള സോഴ്സ് കോഡ് അടക്കം റഷ്യ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. ഇന്ത്യ ആ യുദ്ധവിമാനത്തിന്റെ നേട്ടവും കോട്ടവും തലനാഴിക കീറി പഠിക്കുകയാണ്. ഇന്ത്യക്ക് Su-57 ഇപ്പോൾ വലിയ ഇഷ്ടമായിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം മിസൈലുകൾ ചെറുകുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ആന്തരികമായ ആയുധ ബേക്കർ ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും മറഞ്ഞിരിക്കാൻ Su-57നെ സഹായിക്കുന്നുണ്ട്. മിക്ക യുദ്ധവിമാനങ്ങളിലും മിസൈലുകളും ബോംബുകളും ചിറകുകൾക്ക് പുറത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ വരുമ്പോൾ വിമാനത്തിന്റെ പ്രതിഫലനം റഡാറിൽ എളുപ്പം പിടിക്കാൻ പറ്റും. ഇത് ഒഴിവാക്കാനാണ് Su-57 അതിന്റെ ആയുധങ്ങൾ പ്രധാനമായും വിമാനത്തിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഒളിപ്പിക്കുന്നത്. റഷ്യയുടെ 5ാം തലമുറ വിമാനമായ Su-57നെ ശത്രുക്കൾ ഭയപ്പെടുന്നതും ഇന്ത്യ ഈ റഷ്യൻ യുദ്ധവിമാനത്തെ ഇഷ്ടപ്പെടുന്നതും ഇക്കാരണത്താലാണ്. ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യ മുന്നോട്ട് വെച്ച കരാർ പ്രകാരം Su-57ൽ ഇന്ത്യയുടെ മിസൈലുകൾ ഘടിപ്പിക്കാൻ കൂടി അനുവദിക്കാൻ ഉള്ള ഒരു സാഹചര്യം കൂടി റഷ്യ നൽകുന്നുണ്ട്. അതിന് റഷ്യ യെസ് മൂളിയിട്ടുണ്ട്. അതായത് ഇന്ത്യ എന്ത് കാര്യങ്ങളാണോ മുന്നോട്ട് വെക്കുന്നത് അതെല്ലാം റഷ്യ യെസ് എന്ന് പറഞ്ഞ് മൂളുകയാണ് ചെയ്തത്. സെൻസറുകളും ഏവിയോണിക്സും വരെ ഇന്ത്യയുടെ ഇഷ്ടപ്രകാരം പരിഷ്കരിക്കാൻ റഷ്യ അനുവാദം നൽകുന്നുണ്ട്. അതുപോലെ Su-57നെ ഇന്ത്യയുടെ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാനും ഇന്ത്യ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യ എന്ത് ആവശ്യമാണോ ഈ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതെല്ലാം തന്നെ പുടിൻ ഒരു അക്ഷരം അതിലൊരു ഇടങ്കോലും ഇടാതെ പറ്റില്ല, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നൽകുന്നുണ്ട്.